സ്വാമി ശരണം. ഈ വർഷത്തെ 2026 കൊല്ലവർഷം 1201 ശബരിമല മകരകുളത്തോടനുബന്ധിച്ച് തിരുവാഭരണ ഘോഷയാത്രയെ നയിക്കുവാൻ പന്തളം കൊട്ടാരം വലിയ തമ്പുരാൻ തിരുവോണനാൾ രാമവർമ്മ തമ്പുരാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. തീർച്ചും അയ്യപ്പസ്വാമിയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത്. കാരണം ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഭഗവാന്റെ കൂടെ എന്നും നമ്മുടെ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹമാണ് ഈ ഒരു നിയോഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വർഷവും വളരെ 1976 മുതൽ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം അനേകം തവണ രാജപ്രതിനിധിയോടൊപ്പം ശബരിമലയിൽ പോയിട്ടുണ്ട്. അന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ നടക്കുന്ന പല ആചാരങ്ങളും പിന്നീട് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം വേണ്ട രീതിയിൽ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് വളരെ തമ്പുരാൻ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ച് തിരുവാഭരണത്തോടൊപ്പം മകരം 10 എല്ലാ വർഷവും പന്തളത്തെത്തുന്നുണ്ട്. ഈ വർഷവും അങ്ങനെ തന്നെ നല്ല ഭംഗിയായിട്ട് ആ യാത്ര നടത്തണം. അതിന് ഭഗവാൻ അയ്യപ്പസ്വാമി അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഭക്തജനങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകണം. ഭക്തജനങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയാണ് തിരുവാഭരണത്തോടൊപ്പം പോകുന്ന രാജപ്രതിനിധി ശബരിമലയ്ക്ക് പോകുന്നത്. ഈ 3 ദിവസം കാൽനടയായിട്ട് ഏകദേശം 90 കിലോമീറ്ററോളം നടന്നാണ് രാജപ്രതിനിധി പോകുന്നത്. എങ്കിലും അതൊരു ക്ഷീണമോ മറ്റൊന്നും ഉണ്ടാവുകയില്ല. കാരണം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉടവാൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹ വലയത്തിലാണ് തമ്പുരാൻ്റെ യാത്ര പോകുന്നത്. തീർച്ചയായിട്ടും ഈ വർഷവും അയ്യപ്പസ്വാമി എല്ലാം ഭംഗിയായി നിർവഹിക്കുവാനുള്ള അനുഗ്രഹം നൽകും എന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. സ്വാമി ശരണം.